യുദ്ധം എന്നത് വെറും അതിർത്തികളിലെ വെടിയൊച്ചകൾ മാത്രമല്ലെന്നും അത് കടൽ കടന്ന നമ്മുടെ വീടിന്റെ അടുക്കളയിൽ കത്തുന്ന തീയായി മാറുമെന്നും ലോകം തിരിച്ചറിയുന്ന ഭയാനകമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഇറാന് നേരെ തുറന്നുവിട്ട യുദ്ധം ഇന്ന് ആഗോള വിപണിയുടെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ ഊർജ്ജസ്ഥിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കിയതോടെ അത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ലാതാവുകയാണ്, മറിച്ച് ലോകത്തിന്റെ വിശപ്പടക്കുന്ന അടുക്കളകളെ പൂട്ടിക്കുന്ന സാമ്പത്തിക യുദ്ധമായി മാറിയിരിക്കുന്നു. ഇന്ധന ഇറക്കുമതി നിലച്ചതോടെ കേരളത്തിലെ ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാവുകയും അത് പതിയെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്ക് പടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിന്റെ നടുക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ, അമേരിക്കൻ അഹങ്കാരത്തിന് ഇറാൻ നൽകുന്ന മറുപടി ലോകത്തിന്റെ ആകെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ പുതിയൊരു നയതന്ത്ര നീക്കം നടത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മുന്നിൽ 3 കടുത്ത നിബന്ധനകൾ വെച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഈ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഒരു തുറമുഖവും ബാക്കിയുണ്ടാവില്ലെന്ന് സൈന്യത്തിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ അമേരിക്കൻ ക്യാമ്പുകളിൽ പരിഭ്രാന്തി പടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഇറാന്റെ ഈ പുതിയ തന്ത്രം? അമേരിക്ക കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം അവരെ തന്നെ വിഴുങ്ങുകയാണോ? നമുക്ക് പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളം ഇന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയുടെ താളം തെറ്റിച്ചും ലോകത്തെ മുൾമുനയിൽ നിർത്തിയും മുന്നേറുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഇപ്പോൾ 3 വ്യക്തമായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട ഈ നിബന്ധനകൾ വാസ്തവത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്. തങ്ങൾ കൊളുത്തിവിട്ട യുദ്ധം തങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മാന്യമായ സമാധാനത്തിന്റെ വഴി തുറന്നിടുകയാണ് ഇറാൻ. എന്നാൽ ഈ സമാധാന നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ തങ്ങളുടെ ഒരു തുറമുഖത്തിന് നേരെ പോലും ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കാൻ മടിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകി കഴിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച 3 നിബന്ധനകൾ ലളിതമാണെന്ന് തോന്നാമെങ്കിലും അവ അമേരിക്കയുടെ അധിനിവേശ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നവയാണ്. ഒന്നാമതായി, ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണമെന്നാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന അമേരിക്കൻ നയം ഇനി നടപ്പില്ലെന്ന വ്യക്തമായ സൂചനയാണിത്. രണ്ടാമതായി, ഈ യുദ്ധം മൂലം ഇറാൻ അനുഭവിച്ച സകല നാശനഷ്ടങ്ങൾക്കും അമേരിക്കയും ഇസ്രയേലും നഷ്ടപരിഹാരം നൽകണമെന്നാണ്. യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കൻ സഖ്യമായതിനാൽ അതിന്റെ സാമ്പത്തിക ഭാരം അവർ തന്നെ ചുമക്കണമെന്ന ഇറാന്റെ ആവശ്യം നയതന്ത്ര തലത്തിൽ അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിബന്ധന എന്തെന്നാൽ, ഭാവിയിൽ ഇറാന് നേരെ യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടാകില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് നൽകണം എന്നതാണ്. വെറുമൊരു വാക്കിലുപരി ലോകരാജ്യങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ഉറപ്പാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. റഷ്യൻ പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ നിർണായക ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് ഈ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ശക്തമായ പ്രാദേശിക പിന്തുണയുണ്ട് എന്നതാണ്. സയനിസ്റ്റ് ഭരണകൂടവും അമേരിക്കയും ചേർന്നാണ് ഈ യുദ്ധത്തിന് തിരികൊളുത്തിയതെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കുകയാണെന്നും പെസഷ്കിയാൻ തുറന്നടിച്ചു. കേവലം ഒരു പ്രകോപനത്തിന്റെ പുറത്തല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇറാൻ ഈ നീക്കം നടത്തുന്നത്. റഷ്യയെ പോലുള്ള വൻ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മേഖലയിലെ സമാധാനം തകർക്കുന്നത് അമേരിക്കൻ സാന്നിധ്യമാണെന്നും അത് അവസാനിപ്പിക്കാൻ അയൽ രാജ്യങ്ങൾ
തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കൻ സേനയെ പുറത്താക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ്. പ്രസിഡന്റിന്റെ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇറാന്റെ സായുധ സേന വക്താവ് അബ്ദുൽ ഫസൽ ഷെഖർച്ചി നൽകുന്ന മുന്നറിയിപ്പുകൾ ലോകത്തെ വിറപ്പിക്കാൻ പോകുന്നതാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ഭീഷണിയിലായാൽ മേഖലയിലെ ഒരു തുറമുഖവും സാമ്പത്തിക കേന്ദ്രവും ഇറാന്റെ പരിധിക്കപ്പുറമാകില്ല എന്ന ഷെഖർച്ചിയുടെ വാക്കുകൾ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയുള്ള നേരിട്ടുള്ള താക്കീതാണ്. പേർഷ്യൻ ഗൾഫിലെ സകല വ്യാപാര കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്നും ആക്രമണമുണ്ടായാൽ അവയൊന്നും സുരക്ഷിതമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് അമേരിക്കയോ ഇസ്രയേലോ ഒരു സാഹസത്തിന് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയിലെ എണ്ണ വ്യാപാരത്തിന്റെ അന്ത്യമായിരിക്കും കുറിക്കുക. ഹോർമുസ് കടലിടുക്കിന് പുറമെ മേഖലയിലെ എല്ലാ പ്രധാന തുറമുഖങ്ങളും തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ വെളിപ്പെടുത്തിയതോടെ അമേരിക്കൻ നാവികസേന പ്രതിരോധത്തിലായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മണ്ടത്തരമാണ് ഈ യുദ്ധം ഇത്രയും വഷളാക്കിയത്. ഖമേനിയെ വീഴ്ത്തിയാൽ ഇറാൻ തകരുമെന്നും അവിടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്നും കരുതിയ ട്രംപിനും നെതന്യാഹുവിനും തെറ്റിപ്പോയി. ഖമേനിയുടെ രക്തസാക്ഷിത്വം ഇറാന്റെ ആഭ്യന്തര ഭിന്നതകൾ ഇല്ലാതാക്കുകയും ജനങ്ങളെ ഒറ്റക്കെട്ടായി അമേരിക്കക്കെതിരെ അണിനിരത്തുകയും ചെയ്തു. ഈ ആഭ്യന്തര കരുത്താണ് ഇപ്പോൾ പെസഷ്കിയാനിലൂടെ നയതന്ത്ര വിജയമായി മാറുന്നത്. അമേരിക്കൻ വിപണികൾ തകരുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിബന്ധനകൾ അംഗീകരിക്കുന്നത് അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഗോള മേധാവിത്വം അടിയറവ് വെക്കുന്നതിന് തുല്യമാകും. എങ്കിലും മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. യുദ്ധം എന്ന് അവസാനിക്കണമെന്ന തങ്ങൾ തീരുമാനിക്കുമെന്ന ഇറാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധം തുടരുന്നത് ഇറാന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ പട്ടിണിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ ഇളവുകൾ അവരുടെ നയതന്ത്ര മികവാണ് കാണിക്കുന്നത്. അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയും തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഇറാൻ ലോകത്തിന് പുതിയൊരു സന്ദേശം നൽകുകയാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെ ധൈര്യത്തോടെ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ഒടുവിൽ അമേരിക്കയുടെ പിന്മാറ്റത്തിൽ തന്നെ കലാശിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. പെസഷ്കിയാൻ മുന്നോട്ട് വെച്ച 3 നിബന്ധനകൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ, അതോ വീണ്ടും ലോകത്തെ വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ഇനി കാണേണ്ടത്. എന്തു തന്നെയായാലും ഈ യുദ്ധത്തിൽ ഇറാന്റെ മനക്കരുത്തിന് മുന്നിൽ പടിഞ്ഞാറൻ ശക്തികൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോഴും ആയുധത്തിന്റെ മൂർച്ച മറക്കാത്ത ഇറാന്റെ നിലപാട് ലോകത്തിന് പുതിയൊരു രാഷ്ട്രീയ പാഠമാണ് നൽകുന്നത്.